പ്രണയം ആഴ്ന്നിറങ്ങുന്നത് പലപ്പോഴും എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല. വർഷകാലത്തിൽ ഇടിമിന്നലിൽ കൂണുകൾ മുളയ്ക്കുന്നത് പോലെ എന്നിൽ പ്രണയം വിടരാറുണ്ട്. ഞാൻ റിനി. ബ്രണ്ണിംഗ് കോളേജിലെ വരാന്തകളിലൂടെ പാറിപ്പറന്ന ഒരു പൂമ്പാറ്റയായിരുന്നു. അവിടെ വെച്ചാണ് ഞാൻ ശ്രീരാജിനെ ആദ്യമായി കാണുന്നതും പരിചയപ്പെടുന്നതും. പാതിരാ സ്വപ്നങ്ങളും പഞ്ചസാര വർത്തമാനങ്ങളുമായി സൗഹൃദം എപ്പോഴും പ്രണയത്തിലേക്ക് വഴിമാറി സഞ്ചരിക്കാൻ തുടങ്ങി. കോളേജിൽ എന്റെ സുഹൃത്ത് മോഹ്സിൻ പലപ്പോഴും ഈ പ്രണയത്തെ എതിർത്തിരുന്നു. പ്രണയിക്കുമ്പോൾ നമ്മൾ നമ്മളിലേക്ക് മാത്രം ചുരുങ്ങുന്നത് കൊണ്ട് അതൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അതൊന്നും ആവശ്യമുള്ളതായി പോലും തോന്നിയില്ല എന്നതാണ് സത്യം. മോഹ്സിൻ ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടേയിരുന്നു, റെനി, നീ പോകുന്നത് നല്ലതിലേക്കല്ല. അവന് ശ്രീരാജിനോടുള്ള എന്തെങ്കിലും പ്രശ്നമാകുമെന്ന് ഞാൻ കരുതി. പതിയെ പതിയെ മോഹ്സിനെ എന്റെ സൗഹൃദത്തിൽ നിന്നും ഞാൻ അതുകൊണ്ട് ഒഴിവാക്കി. എന്താണ് റെനി, പ്രണയം പൊക്കുന്നുണ്ട് എന്ന് കോളേജ് മൊത്തം പാട്ടാണല്ലോ. ഭാഷ അധ്യാപകൻ നിതിൻ സാറാണ്. വല്ലപ്പോഴും മാത്രം കോളേജിൽ വരുന്ന സാറ് പോലും അറിഞ്ഞെങ്കിൽ ഇനി അതറിയാൻ ആരും കാണില്ല. ശ്രീരാജിനെ പിരിയാൻ കഴിയാത്ത വിധം ഞാൻ അവനിൽ അടുത്തു. ഈ സമയം എനിക്കൊരു കത്ത് വന്നു. ഒരു വാവ സാബു എന്ന സ്ത്രീയുടെ എഴുത്ത്. ശ്രീരാജ് തന്റെ ഭർത്താവാണെന്നും കുഞ്ഞാറ്റ എന്ന മകനുണ്ടെന്നും നിങ്ങൾ തമ്മിലുള്ള ബന്ധം അവസാനിപ്പിക്കണമെന്നുമായിരുന്നു കത്തിലുണ്ടായിരുന്നത്. കോളേജിൽ ആരോ തങ്ങളെ തെറ്റിക്കാൻ ചെയ്തതാകുമെന്ന് കരുതി ഞാൻ ചോദിക്കാനും നിന്നില്ല. ഒരു മഴയത്ത് ഒരുമിച്ചുള്ള യാത്രയിൽ ഞങ്ങൾ ഒന്നായി. പിന്നീട് ശ്രീരാജിൽ ഒരകലം ഞാൻ ശ്രദ്ധിച്ചു. പലപ്പോഴും ശ്രീരാജിന്റെ മിണ്ടാതെയുള്ള ഒഴിഞ്ഞുമാറ്റങ്ങൾ എന്റെ നിയന്ത്രണങ്ങൾ തെറ്റാൻ തുടങ്ങി. ഒരു ദിവസം ഞാൻ പൊട്ടിത്തെറിച്ചു, ബഹളം വെച്ചു. അന്ന് അവിടെ ഉണ്ടായിരുന്ന എന്റെ സുഹൃത്ത് അലൻ എന്റെ കയ്യിൽ പിടിച്ചു ക്ലാസ്സിൽ കൊണ്ടിരുത്തി. പിറ്റേ ദിവസം പ്രധാന അധ്യാപകൻ ചിന്ത സാർ എന്നെ കാണാൻ വന്നു. ശ്രീരാജിനെ പറ്റി അദ്ദേഹം പറഞ്ഞത് ഞെട്ടലോടെ കേട്ടിരുന്നു. റുക്കിയ എന്ന സ്ത്രീയുമായി മുൻപുണ്ടായിരുന്ന ബന്ധവും അവരുടെ ചിത്രങ്ങൾ പകർത്തി അവരെ ബ്ലാക്ക്മെയിൽ ചെയ്തതും എല്ലാം അദ്ദേഹം പറഞ്ഞു. ഞാൻ അത് കേട്ട് ബോധരഹിതയായി. ശ്രീരാജിനെ എങ്ങനെ ഇല്ലാതാക്കുക എന്നതായി പിന്നീട് എന്റെ ചിന്ത. അതിനായി കെമിക്കൽസിനെ കുറിച്ച് പഠിക്കുന്ന എന്റെ സുഹൃത്ത് റിയയുടെ സഹായത്തോടെ ചില കെമിക്കലുകൾ നിർമ്മിച്ചു. എന്നാൽ അതിനു മുമ്പ് ഒരിക്കൽ കൂടെ അയാൾ എന്നെ കാണാനെത്തി. അന്ന് അയാൾ പറഞ്ഞത് കേട്ട്, നീയൊക്കെ എന്നെ സംബന്ധിച്ചോളം വെറും പെണ്ണ്, എന്നെ പോലുള്ളവർക്ക് ചവച്ചരയ്ക്കാൻ മാത്രമുള്ളത് വെറും ഇറച്ചി കഷ്ണം. അയാളെ ചെയ്യാൻ തീരുമാനിച്ചതിലും വലുത് തന്നെ ചെയ്യാൻ തോന്നി. പ്രണയം പുകയായി മാറിയ നിമിഷം തന്ത്രപൂർവം റിയയെ കൊണ്ട് ശ്രീരാജിനെ ഒരു ഡേറ്റിങ്ങിന് വിളിപ്പിച്ച് ഞങ്ങൾ ഉണ്ടാക്കിയ മിശ്രിതം ജ്യൂസിൽ കലർത്തി കൊടുത്തു. വാഹനം ഓടിച്ചു പോയ അയാൾ ഒരു ആക്സിഡന്റിൽ പെട്ട് കോമയിലായി. എനിക്ക് എന്റെ വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, പ്രണയം ഇന്നും മനസ്സിലുണ്ടാകും, അത് ശരീരത്തിലേക്ക് പടരാതെ നോക്കണം. പടർന്നാൽ അതിലേക്ക് മാത്രം ശ്രദ്ധിക്കുന്ന കഴുകന്മാരെ തിരിച്ചറിഞ്ഞ് അകറ്റി നിർത്തണം. മനസ്സുകൾ തമ്മിൽ അടുക്കട്ടെ. ശരീരത്തോടല്ല പ്രണയം, മനസ്സുകളോടാകട്ടെ.